إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. جنات عدن يدخلونها يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير. وقال الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور. പ്രേം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചേകിയ പരിശുദ്ധ റമളാൻ നമ്മളിൽ നിന്നും വിട പറയുകയാണ്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞുപോയ ദിനങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ഏറെ ഗൗരവമായി ചിന്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശഅബാനിന്റെ മാസത്തിൽ നമ്മൾ ജീവിച്ചതിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മളുള്ളത് എങ്കിൽ ഏറെ ഗൗരവമായി തന്നെ ആ വിഷയത്തെ കാണണം. മാറ്റേണ്ടുന്ന, തിരുത്തേണ്ടുന്ന കാര്യങ്ങളെ തിരുത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുകൂടി ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകൾ പരിശുദ്ധ റമളാനിനെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവസാനത്തെ ഒറ്റയായ ദിവസങ്ങളിൽ പ്രത്യേകമായി അമലുകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. അവര് പള്ളികളിൽ വന്നിരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, സദഖകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ രൂപത്തിലെല്ലാം ഒരു വിഭാഗം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു വിഭാഗമുണ്ട്. അവരിപ്പോഴും ഒരു നിസ്സംഗതയോടുകൂടി തന്നെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കുന്നില്ല എന്നതിൻ്റെ അപ്പുറത്ത് നമസ്കാരത്തിന്റെ ജമാഅത്തുകളിൽ പോലും കൃത്യത വേണമെന്ന ബോധമില്ലാതെ അവസാനത്തെ 10 ഈ റമളാൻ എനിക്ക് കിട്ടാതെ പോകുന്നുണ്ട് എങ്കിൽ വലിയ അനുഗ്രഹമാണ് എനിക്ക് നിഷേധിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്ത പോലും ഹൃദയത്തിലൂടെ കടന്നു പോകാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ വളരെയേറെ ഗൗരവത്തോടു കൂടി ആ വിഷയത്തെ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് 2 വിഭാഗം മനുഷ്യരേ ഉള്ളൂ. ആ 2 വിഭാഗം മനുഷ്യരെന്ന് പറയുന്നത്, ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുത്ത് അധ്വാനിച്ച് സ്വർഗം നേടുന്ന മനുഷ്യന്മാരാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവർക്ക് പണിയെടുക്കാനൊന്നും അവർക്ക് കഴിയില്ല. ഇബാദത്തുകളൊന്നും നിർവഹിക്കണമെന്നുള്ള ഒരു ആഗ്രഹം
ഒരു സൂക്ഷ്മത, അത് ഞാൻ ചെയ്യേണ്ടതാണ്, അതിനുവേണ്ടി ഞാൻ സമയം മാറ്റിവെക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം എന്ന ചിന്തകളില്ലാതെ കടന്നു പോകുന്നവർ. എങ്ങനെ ഈ രണ്ട് വിഭാഗമാണുള്ളത്? ആർക്കാണ്? ആ രണ്ട് വിഭാഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ യുഹല്ലൗന ഫീഹാ മിൻ അസ്സാബിറ മിൻ ദഹബിൻ വൽഉലുആ. ഒരു വിഭാഗം, ഒന്നാമത് പറഞ്ഞ വിഭാഗം, അവർക്കാണ് സ്വർഗമുള്ളത്. അവരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ അവർക്ക് സ്വർണം കൊണ്ടുള്ള ചില വളകളും മുത്തുകളും അവർക്ക് അണിയിക്കപ്പെടും. അവർക്ക് വലിബാസുഹും ഫിഹാ ഹരീർ, അവരുടെ ഉടുപ്പ്, അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം പട്ടായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർ പറയും വഖാലുൽ ഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും, അല്ലദീ അദ്ഹബനൽ ഹസൻ, ഞങ്ങളിൽ നിന്നും എല്ലാ ദുഃഖത്തിനെയും നീക്കി തന്നവനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഇന്ന റബ്ബനാ ലഗഫൂറും ശകൂർ, ഞങ്ങളുടെ റബ്ബ് വളരെയേറെ പൊറുക്കുന്നവനും ഏറെ നന്ദിയുള്ളവനുമാണ്. അല്ലദീ അഹല്ലനാ ദാറൽ മഖാമിഹി ദാറൽ മുഖാമതി മിൻ ഫളിഹി ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്. അതായത് തന്റെ ദയാനുഗ്രഹം നിമിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവർക്കൊരു ഭവനത്തിൽ ഇറക്കി തന്നിട്ടുള്ളവൻ. യാതൊരു യാതൊരു തരത്തിലുമുള്ള പ്രയാസവുമില്ലാതെ, യാതൊരു ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടാവുകയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യന്മാർക്ക് അവർക്കൊരു ഞെരുക്കം ഉണ്ടാവുകയില്ല, ഒരു ക്ഷീണം ഉണ്ടാവുകയില്ല, ഒന്നും അവരെ ബാധിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട്. അത് ആർക്കാണ് ഒരുക്കി വെച്ചത് എന്ന് ചോദിച്ചാൽ, അള്ളാഹു തന്നിരിക്കുന്ന അനുഗ്രഹീതമായ സമയങ്ങളെ, അള്ളാഹു തന്നിരിക്കുന്ന അനുഗ്രഹീതമായ വിഷയങ്ങളെ നമ്മൾ പരിഗണന കൊടുത്തുകൊണ്ട് അധ്വാനിക്കുന്ന മനുഷ്യന്മാർക്കുള്ളതാണ്. അല്ലാതെ അള്ളാഹുവിന്റെ റസൂലിലൂടെ നമ്മളോട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടും അതിനെ പരിഗണിക്കാതെ ദുനിയാവിനെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അല്ലെ, തറാവീഹ് പള്ളിയിൽ പോവാന്ന് പറയുന്നത്, ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുക എന്ന് പറയുന്നത് പരിശുദ്ധ റമളാനിൽ പോലും പലരെയും പ്രയാസപ്പെടുത്തുന്നു. പലർക്കും അത് വലിയ ഭാരമായി മാറുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. വല്ലദീന കഫറു ലഹും നാറു ജഹന്നം ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫ അൻഹും മിൻ അദാബിഹാ. ജഹന്നമിന്റെ അവിശ്വസിച്ചവരായ ആളുകള്, നിഷേധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നരകത്തിലായിരിക്കും. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു, അവർക്ക് അവധി വന്നെത്തുകയില്ല. അതാ മരണം അവരെ പിടികൂടുകയില്ല എന്നുള്ളതാണ്. മരണം അവരെ പിടികൂടുകയില്ലെന്ന് മാത്രമല്ല, വലാ യുഖഫഫ അൻഹും മിൻ അദാബിഹാ, അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടല്ലോ, ആ ശിക്ഷക്ക് ഒരു കുറവും വരില്ല. നമ്മളൊക്കെ ദുനിയാവിൽ ചിലപ്പോൾ ശിക്ഷ കൊടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസമൊക്കെ നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ ആ ശിക്ഷക്ക് കുറച്ചൊരു ഇളവ് വരും. എന്നാൽ നരകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലാ യുഖഫഫ അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സി കുല്ല കഫൂർ, അപ്രകാരമാണ് അള്ളാഹു എല്ലാ നന്ദി കെട്ടവന്മാർക്കും ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹു തന്ന ആരോഗ്യവും, അള്ളാഹു തന്ന സമ്പത്തും, അള്ളാഹു തന്നിരിക്കുന്ന സമയവും, ഇതെല്ലാം ഉണ്ടായിട്ടും അതിനെ പരിഗണിക്കാതെ അള്ളാഹു മഹത്വം കൊടുത്തിട്ടുള്ള ഈ പരിശുദ്ധ റമളാൻ, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ ദിനങ്ങളെ ബഹുമാനിക്കാതെ നമ്മൾ പോകുന്നുണ്ട് എങ്കിൽ അത് വലിയ അപകടമായിരിക്കും. ഇതിനോട് ചേർത്ത് തന്നെ അള്ളാഹു പറയുന്നുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവര് പരലോകത്ത് നരകത്തിൽ നിന്നും പറയുന്ന രംഗമുണ്ട്. ആ വാചകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു പറയാണത് വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ ഖിർജ്നാ നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ. നരകത്തിലേക്ക് എറിയപ്പെടുമ്പോഴാണ് അവർ പറയാ, പടച്ചോനെ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറക്കി തരണം, ഞങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത സൽക്കർമ്മങ്ങൾ ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. എവിടുന്നാണ് അവർ പറയുന്നത്? നരകാഗ്നിയിലേക്ക് അവർ പ്രവേശിക്കപ്പെടുമ്പോഴാണ് അവർ പറയുന്നത്, ഇനി ഞാൻ നന്നായിക്കൊള്ളാം, ഒന്ന് തിരിച്ചുവിടണം. പക്ഷേ തിരിച്ചുവിടപ്പെടുകയില്ല. അവരോട് തിരിച്ച് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹാ
മൻ തദക്കറ വജാഅകും നദീർ. നിങ്ങൾക്ക് കുറെ ആയുസ് തന്നിട്ടില്ലായിരുന്നോ? കുറെ വർഷം ഇവിടെ ജീവിച്ചിട്ടില്ലേ? ആ ജീവിച്ച സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഉപദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലായിരുന്നോ? അല്ലെ, നമ്മൾ ജുമുഅക്ക് പങ്കെടുത്തില്ലായിരുന്നോ? എത്രയെത്ര ഖുർആൻ ക്ലാസ്സുകൾ നമ്മൾ പോയിരുന്നിട്ടുണ്ട് അല്ലെ? നമ്മൾ ഇഷ്ടപ്പെടുന്ന പല പ്രഭാഷകരുടെയും പ്രഭാഷണ ശകലങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഹൃദയത്തിലേക്ക് ഇറങ്ങാതെ പോയി എന്നുള്ളതാണ് പ്രയാസം ഉണ്ടായത്. അള്ളാഹു അവരോട് പറയാണ്, അതുകൊണ്ട് നിങ്ങൾക്കെന്തില്ല, നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ഇളവില്ല. അള്ളാഹുവിന്റെ ആ ശിക്ഷയെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. യാതൊരു സംശയവും വേണ്ട, അക്രമികളായ ആളുകൾക്ക് യാതൊരു തരത്തിലുമുള്ള സഹായവും ഉണ്ടാവുകയില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരോട് ഗൗരവത്തോടുകൂടി സ്വയം ബോധത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന ഈ സമയത്തിന് നമ്മളിൽ നിന്നും വിടപറയുകയാണ്. കുറഞ്ഞ സമയം കൂടി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ സമയത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. പിന്നെ ചില ആളുകളുണ്ട്, അവരിങ്ങനെ റമദാൻ മാസത്തിൽ ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രവർത്തനങ്ങളെല്ലാം ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു സഞ്ചാരമാണ്. റമദാൻ ആയതുകൊണ്ട് നോമ്പ് നോൽക്കുന്നു, റമദാൻ ആയതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, റമദാൻ ആയതുകൊണ്ട് ഇടക്ക് പിന്നെ വന്ന് പള്ളിയിൽ വന്നിരിക്കുന്നു. ആരൊക്കെയോ കാണിക്കുവാൻ വേണ്ടിയിട്ട്, ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മോട് പറഞ്ഞ കാര്യമാണ്, വമാ ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, ആരെയും ബോധ്യപ്പെടുത്താനല്ല, അതല്ലാതെ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. ഞാൻ ഭയപ്പെടുന്നത്, നിങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്നത് ചെറിയ ശിർക്കിനെയാണ്. ഏതാണ് ആ ചെറിയ ശിർക്ക് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അർറിയാ എന്നാണ്. ലോകമാന്യത, ആളുകളെ കാണിക്കാൻ വേണ്ടി റമദാനിൽ കുറേ സദഖ കൊടുക്കും, കുറേ ധർമ്മം കൊടുക്കും. ആ ധർമ്മം കൊടുക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല, ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ്, അത് സ്ഥിരമായിട്ട് കൊടുക്കുന്ന സംഗതി ഇങ്ങനെ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആളുകൾ, അല്ലെങ്കിൽ ഞാനത് കൊടുത്തിട്ടില്ലെങ്കിൽ, ഞാനത് നോമ്പുതുറ നടത്തിയിട്ടില്ലെങ്കിൽ, ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ അത് എനിക്ക് പിന്നെ ആളുകൾക്കിടയിൽ മോശമാണല്ലോ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം അത് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ പരിശുദ്ധ റമദാൻ അതിന്റെ അവസാന സന്ദർഭത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ അറിയുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മളെ അടക്കി ഭരിച്ചിരുന്ന പല തിന്മകളും, ആ പല തിന്മകളെയും നമ്മൾ എന്താക്കിയിട്ടുണ്ട്, നമ്മൾ മാറി നിന്നിട്ടുണ്ട്. ആ തിന്മകളുടെ അടിമകളായിരുന്ന നമ്മൾ ആ ശീലങ്ങളെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതന്നെയാണ് റമദാൻ. അതിനുവേണ്ടി തന്നെയാണ് റമദാൻ കടന്നു വന്നത്. യാ ബാഖിയൽ ഖൈർ ഹലുമ്മു, നന്മകൾ അല്ലയോ, നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ റമദാനിന് നമ്മളെ സ്വീകരിച്ചിട്ടുള്ളത്, പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പല സന്ദർഭങ്ങളിലും പിശാചിന് നമ്മളെ കീഴടക്കാൻ പറ്റിയിട്ടില്ല. സുബ്ഹിന്റെ ബാങ്ക് കൊടുത്തപ്പോ പലപ്പോഴും നമുക്കതിന് മറുപടി പറയാൻ പറ്റിയിട്ടുണ്ട്. റമദാൻ അല്ലാത്ത കാലഘട്ടത്തിൽ സുബ്ഹിന്റെ ബാങ്ക് കൊടുക്കുമ്പോൾ കിടന്നുറങ്ങിയിരുന്ന നമ്മള് റമദാന്റെ മാസത്തില് ബാങ്ക് കേട്ടപ്പോൾ നമ്മൾ എണീറ്റിട്ടുണ്ട്. പിശാച് വന്ന് അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ക്ഷീണമുണ്ടല്ലോ, ഒന്ന് കിടന്നോ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. പക്ഷെ നമ്മൾ അതിനെ മറികടന്നുകൊണ്ട് നമ്മൾ ഇബാദത്തുകൾക്ക് വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട്. ആ ഒരു ശീലത്തിന് നമ്മൾ മുറുകെ പിടിക്കണം. ആ ഒരു ശീലത്തിനെ, ആ ഒരു നന്മയെ നമ്മൾ മുറുകെ പിടിക്കണമെന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇപ്പൊ നമ്മളൊക്കെ പ്രത്യേകിച്ചും പുരുഷന്മാര് നമ്മുടെ ഇണകളോടും നമ്മുടെ മക്കളോടും ഒക്കെ ഏറ്റവും നല്ല രൂപത്തിലാണ് പെരുമാറുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരോടും ചുറ്റുമുള്ളവരോടും ഒക്കെ ചിരിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുന്നുണ്ട്, അല്ലെ? പലരോടുമുള്ള ദേശത്തിനെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. ആ ദേശത്തെ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. ഇനി ആ മാറ്റിവെച്ച ആ ദേശത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല. നമ്മൾക്ക് ചിരിക്കാൻ മടിയുണ്ടായിരുന്ന ചുണ്ടുകൾ ഇന്ന്
പുഞ്ചിരിക്കുന്നുണ്ട് എങ്കിൽ റമദാൻ നമ്മുടെ വിട പറയുമ്പോഴും ആ പുഞ്ചിരിക്കുന്ന മുഖം അവിടെ ബാക്കിയാവണം. അത് ബാക്കിയാകുമ്പോഴാണ് റമദാൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് ഏറെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു, ദേഷ്യവും അതേപോലെയുള്ള അക്ഷമയും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അതിനെയെല്ലാം നിയന്ത്രണ വിധേയമാക്കിയ നമ്മൾ അത് തുടരണം. അത് തുടരുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് നന്മകൾ ഉണ്ടാവുകയുള്ളൂ. തിരിച്ചു പോകരുത്. നമ്മൾ അല്ലാഹുവിനോട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പിഴവുകളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പിച്ചുകൊണ്ട് റബ്ബിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അവസാനത്തെ 10 ദിനങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ 10 നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആത്മാർത്ഥമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പറഞ്ഞ നമ്മൾ ശവ്വാലിന്റെ അമ്പിളി മാനത്ത് കാണുന്നതോടുകൂടി പഴയ തിന്മകളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. കാരണം അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുമ്പോ തെറ്റില്ലാത്തവരെ പോലെയാണ് നമ്മൾ ശവ്വാലിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ആ ശവ്വാലിലേക്ക് പ്രവേശിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ശവ്വാലിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പഴയ ജീവിതത്തിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത് ഒരിക്കലും പിന്നെ അത് ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പാശ്ചാത്താപവും നമ്മുടെ കഠിനാധ്വാനവും അതേപോലെ നമ്മൾ റമദാനിൽ കെട്ടിപ്പടുത്തിരിക്കുന്ന ദൈവിക സ്മരണകളും ഒന്നും തന്നെ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാം. നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ഈ പരിശുദ്ധ റമദാനിൽ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് പരിശുദ്ധ ഖുർആനുമായിട്ടാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾ പള്ളിയിൽ കയറി നമ്മൾ ഖുർആൻ എടുക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഒഴിവ് സമയങ്ങളിൽ മുഴുവനും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. ആ ഖുർആൻ പാരായണം ചെയ്ത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ പരിശുദ്ധ ഖുർആനിനെ, ആ നമ്മുടെ കൂട്ടുകാരനായി നമ്മുടെ റമദാനിൽ നമ്മൾ സ്വീകരിച്ച ആ പരിശുദ്ധ ഖുർആനിനെ നമ്മൾ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല. അതേപോലെ സ്വർഗത്തിന്റെ കവാടങ്ങൾ നമുക്ക് തുറന്നു വച്ചിരിക്കുന്ന നാഥനെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒന്നുകൂടി പറയുന്നു, റമദാൻ കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാതെ പോകുന്ന അവസ്ഥകളുണ്ട്, ഉണ്ടാകാൻ പാടില്ല. നമസ്കാരം എന്ന് പറയുന്നത് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പേര് മുഹമ്മദ് എന്ന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആരും മുസ്ലിം ആവുകയില്ല. പേര് അബ്ദുറഹ്മാൻ എന്നുള്ള പേരിട്ടത് കൊണ്ട് ആരും മുസ്ലിം ആവൂല. മുസ്ലിം ആവണമെന്നുണ്ട് എങ്കിൽ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത് നിസ്കാരമാണ്. റമദാനിൽ നമ്മൾ വാങ്ങുകൾക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അത് റമദാനിൽ മാത്രം നിർവഹിക്കേണ്ടതല്ല. റമദാൻ കഴിഞ്ഞാലും നമ്മൾ ആരാധനകൾ സജീവമാകണം. നമ്മുടെ ആത്മാവിനെ തൊണ്ടക്കുഴിയിൽ നിന്നും പിടിക്കുന്നതുവരെ, നമ്മുടെ ആത്മാവിനെ അല്ലാഹു തിരിച്ചു കൊണ്ടുപോകുന്നതുവരെ അമലുകളിൽ സജീവമാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കർമ്മങ്ങളിൽ തുടർച്ചയുണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണമെന്നുള്ളതും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലോകത്തിൻ്റെ നിലവിലെ അവസ്ഥയിൽ പലരും നിരാശരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ ലക്ഷണങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലകൾ വർദ്ധിക്കുന്നുണ്ട്. പലയിടത്തും ഹോട്ടലുകളെല്ലാം അടച്ചു എന്നാണ് കേൾക്കുന്നത്. കാരണം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് ലഭ്യമാകാതെ വരുന്ന അപകടകരമായ ഒരു സാഹചര്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സന്ദർഭത്തിലും നിരാശരാവുക എന്നുള്ളത് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും,
ആ പരീക്ഷണങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്നുള്ള ഓർമ്മയും ബോധ്യവുമാണ് നമ്മളെ നയിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ അറിയേണ്ടത് അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാർ മുഴുവനും അവർക്ക് എന്തു തന്നെ പ്രയാസമുണ്ടെങ്കിലും അവർ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചത്. യൂസുഫ് നബി അലൈഹിസ്സലാം നഷ്ടപ്പെട്ട പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഖാൽ ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. എനിക്ക് സങ്കടമുണ്ട്, പ്രയാസമുണ്ട്, പക്ഷെ ഞാൻ അതെന്റെ അള്ളാഹുവിനോട്, എൻ്റെ രക്ഷിതാവിനോട് പറയുന്നു. അതേപോലെ തന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന ഒരു വാചകമുണ്ട്, വയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയ ദുർ. വലിയ പ്രയാസമാണ്, വലിയ രോഗമാണ്. അദ്ദേഹത്തിന്റെ ഇണയും ഒരു മകനുമല്ലാതെ ബാക്കിയുള്ളവർ മുഴുവനും അദ്ദേഹത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയപ്പോഴും അദ്ദേഹം ആ സന്ദർഭത്തിൽ പറഞ്ഞ വാക്കെന്താ നിങ്ങൾ, വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീ റഹ്മാനാണ്, നീ റഹീമാണ്, നിന്റെ കാരുണ്യം ഉണ്ടാകും. വിശ്വാസികളായവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിരാശയുടെ വാചകങ്ങൾ ഒരു പ്രതിസന്ധിയിലും ഒരു മുഅ്മിനിന്റെ അടുക്കൽ നിന്നും വരാൻ പാടില്ല. കാരണം അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്, അല്ലാഹു വദൂദാണ്, അല്ലാഹു ഗഫൂറാണ്. അല്ലാഹു നമ്മളോട് ഏറെ സ്നേഹമുള്ളവനാണ്. നമ്മൾ ഒരിക്കലും അല്ലാഹു കൈവടിയുകയില്ല. അതുകൊണ്ട് പരീക്ഷണങ്ങളായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാകണം എന്നുള്ളതാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ പറ്റും, ഖാൽ റബ്ബി ഇന്നി വഹനൽ അഅ്ളു മിന്നി വസ്തഖല അർ-റഅ്സു ശൈബ. അല്ലാഹുവേ, അദ്ദേഹത്തിന് കുട്ടികളില്ലാതിരുന്നപ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം, വയസ്സായിട്ടുണ്ട്, മുടിയൊക്കെ നരച്ചിട്ടുണ്ട്, എല്ലുകളെല്ലാം ദുർബലമായിട്ടുണ്ട്. ഇനിയൊരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് സാധ്യതയുള്ള കാര്യമല്ല. എങ്കിലും നിന്നോട് പറഞ്ഞിട്ട്, അള്ളാഹുവിനോട് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ദുർഭാഗ്യവാനായിട്ടുണ്ടായിട്ടില്ല, എനിക്ക് നിർഭാഗ്യം വന്നിട്ടില്ല. അള്ളാഹുവിനോട് പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന അതിപ്രധാനമായ പണി എന്ന് പറയുന്നത്, നമ്മളൊക്കെ ബേജാറാവുന്നുണ്ടെങ്കിലും ആരെങ്കിലും ഈ ഒരു പ്രയാസത്തിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ട് കണ്ടിട്ട് കണ്ണുനീരുറ്റിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ബഹുഭൂരിപക്ഷം ആളുകളുടെയും അടുക്കിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മൾ സജീവമാക്കുകയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുകയും, അവൻ മാത്രമേ നമുക്ക് രക്ഷയായിട്ടുള്ളൂ. അവന്റെ സഹായമല്ലാതെ മറ്റൊരു സഹായവും നമ്മുടെ മുൻപിലില്ല. അതുകൊണ്ട് തന്നെ ഈ സുപ്രധാനമായ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ ദുശക്തികൾക്കുമെതിരെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇസ്ലാമിനും മുസ്ലിങ്ങളുടെയും ഇസ്സത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇസ്ലാമും മുസ്ലിമുമായി ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് സങ്കടപ്പെടുന്നവർക്ക്, ആ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹുവേ ഞങ്ങൾക്ക് നിർഭയത്വം നൽകിക്കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. യുദ്ധക്കെടുതിയുടെ ലോകത്താണ് ഞങ്ങളുള്ളത് നാദാം. ആ യുദ്ധക്കെടുതിയിൽ നിന്നും രക്ഷിക്കുവാനുള്ളത്, ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ളത് നിനക്ക് മാത്രമാണ് സാധ്യമാകുന്നത് നാദാം. ആ പ്രയാസത്തിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അധിനിവേശക്കാരുടെ അതിക്രമങ്ങൾ നീ തടയണമേ റഹ്മാനെ. അന്യായം ചെയ്യുന്നവരുടെ ശക്തിയെ നീ തകർക്കണമേ റഹ്മാനെ. നിരപരാധികളായ മനുഷ്യരെ നീ രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നാട്ടിലും അതേപോലെ ലോകത്തിലും നീ സമാധാനം നൽകണമേ റഹ്മാനെ. യുദ്ധം എന്ന് പറയുന്ന മഹാ അപകടത്തിന് താങ്ങാനുള്ള ശക്തി ഞങ്ങൾക്കില്ലല്ലോ റഹ്മാനെ. അതുകൊണ്ട് ഞങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരാതിരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു എന്നത് കൊണ്ട് തന്നെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നിന്റെ കരുണയാൽ ഈ ലോകത്തെ നീ സമാധാനത്തിന്റെ ഭൂമിയാക്കി മാറ്റണമേ റഹ്മാനെ. ഈ പ്രതിസന്ധിയിൽ നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അവിടെ. അവർ പല ബിസിനസ്സുകളുമായി നടക്കുന്നവർ, പലരും ആദിയിലാണുള്ളത്, പലരും വ്യാധിയിലാണുള്ളത്, പ്രയാസത്തിലും സങ്കടത്തിലുമാണുള്ളത് നാദാം. അവർക്കെല്ലാം ആശ്വാസം കൊടുക്കണമേ റഹ്മാനെ. അവർക്കെല്ലാം നിർഭയത്വം കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ ബിസിനസ്സുകളിലും അവരുടെ മറ്റുള്ള നന്മയുള്ള കാര്യങ്ങളിലുമെല്ലാം നീ ഉയർച്ച കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ
വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ വലിയ നഷ്ടക്കാരിൽ പെട്ടുപോകും റഹ്മാനെ. അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ പുറത്ത് മാപ്പാക്കി തരയണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവർ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്, ഇണകൾ നഷ്ടപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാം ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ പൂർവികരോട് നീ കരുണ കാണിക്കണം റഹ്മാനെ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണം റഹ്മാനെ. അവരുടെ അധ്വാനവും അവരുടെ പ്രാർത്ഥനയും അവർ ഉണ്ടാക്കി വെച്ച പലതുമാണ് ഞങ്ങളെ ഇത്രയേറെ അന്തസ്സോടുകൂടിയും അഭിമാനത്തോടുകൂടിയും ഈ ദുനിയാവിൽ ജീവിക്കുവാൻ നമുക്ക് സാധ്യമായത്. അല്ലാഹുവേ, അവരുടെ കർമ്മങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങൾ, തെറ്റുകൾ അവരിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ അവർക്ക് മാപ്പ് കൊടുക്കണം റഹ്മാനെ. അവരുടെ നന്മകൾ നീ അംഗീകരിക്കുകയും അത് സ്വർഗത്തിലെത്തുവാൻ അത് കാരണമാക്കുകയും ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വേദനകൾ സഹിച്ചുകൊണ്ട് ഞങ്ങളെ വളർത്തിയ ആ മാതാപിതാക്കളോട് നീ കരുണ ചെയ്യണം റഹ്മാനെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങളോട് അവർ കരുണ ചെയ്തതുപോലെ നീ അവരോട് കരുണ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഇണകൾക്ക് നീ മാപ്പ് കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ സുഹൃത്തുക്കളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ഖബറുകളെ വിശാലമായ സ്വർഗ്ഗത്തിൽ ഒരു പൂന്തോട്ടമാക്കി മാറ്റണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുവേ, നിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അതിപ്രധാനമായ ഈ സുദിനങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നന്മയിൽ മുഴുകിയിരിക്കുമ്പോൾ, നന്മയുടെ മാർഗത്തിൽ ഇരിക്കുമ്പോൾ നിന്നിലേക്ക് ഞങ്ങൾ തിരിച്ചു വിളിക്കണമേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്ന അവസ്ഥയിൽ ഈ ദുനിയാവിൽ നിന്നും ഞങ്ങളെ തിരിച്ചു വിളിക്കണമേ റഹ്മാനെ. സമാധാനത്തിന്റെ ആത്മാവെ എന്ന് വിളിച്ചുകൊണ്ട് മലക്കുകൾ സ്വീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഖിയാമത്ത് നാളിൽ അർശിന്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. പ്രവാചകന്മാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ നീ തന്ന വലിയ അനുഗ്രഹമാണ്. അവരുടെ സംരക്ഷണം നിന്നെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളിൽ നീ നല്ലവരാക്കണമേ റഹ്മാനെ. അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഉറപ്പിക്കണമേ റഹ്മാനെ. അവർ നിസ്കാരം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ, ഖുർആനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ, അല്ലാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഒരുപാട് ചതിക്കുഴികൾ അവർക്ക് ചുറ്റുമുണ്ട്, ചീത്ത കൂട്ടുകാർ അവർക്ക് ചുറ്റുമുണ്ട്. അവരിൽ നിന്നുമെല്ലാമുള്ള സംരക്ഷണം നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാതാപിതാക്കളോട് കരുണ ചെയ്യുന്ന മക്കളായി ഞങ്ങളുടെ മക്കളെ മാറ്റണമേ റഹ്മാനെ. അല്ലാഹുവേ, നിസ്കാരം നിലനിർത്തുന്നവരായി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാം നീ മാറ്റിത്തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ഒരുപാട് പ്രിയപ്പെട്ടവർ ഗൾഫ് രാജ്യങ്ങളിൽ അവർ താമസിക്കുന്നുണ്ട്, അവിടെ ജോലി എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ഞങ്ങളുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുമെല്ലാം അവരുടെ അധ്വാനമാണ് വലിയൊരു പങ്കുള്ളത്. നാദാം, അവർക്കെല്ലാം നീ സംരക്ഷണം കൊടുക്കണമേ റഹ്മാനെ. നാട് വിട്ട്, വീട് വിട്ട്, പ്രിയപ്പെട്ട മക്കളെ വിട്ടുകൊണ്ട് അവരുടെ അധ്വാനത്തിനെ, അവരുടെ പരിശ്രമത്തെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അവരുടെ യാത്രകളും അവരുടെ താമസവും അവരുടെ ജോലിയുമെല്ലാം നീ സുരക്ഷിതത്വം കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഹലാലായ സമ്പാദ്യം നേടുവാനുള്ള തൗഫീഖ് അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കുടുംബത്തെ വിട്ടുകൊണ്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ നീ ശാന്തിയും സമാധാനവും കൊടുക്കണം റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നാദാ ഞങ്ങളുടെ കൂട്ടത്തിൽ. അതേപോലെ വിദേശങ്ങളിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്. അവരെ എല്ലാവരെയും നീ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമെല്ലാം രക്ഷിക്കണമേ റഹ്മാനെ. നിന്റെ അപാരമായ അനുഗ്രഹം അവരിലും ഞങ്ങളിലുമൊക്കെ ചൊരിയണമേ റഹ്മാനെ.
അല്ലാഹുവേ ഞങ്ങളുടെ മുതിർന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരുപാട് അധ്വാനിച്ച് ഞങ്ങളെ വളർത്തിയ, നമ്മുടെ നാടിനെ വളർത്തിയ, നമുക്ക് അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഈ പള്ളികൾ നിർമ്മിക്കുവാൻ വേണ്ടി പണിയെടുത്ത ഒരുപാട് അധ്വാനിച്ച ഒരുപാട് ആളുകൾ വിട പറഞ്ഞിട്ടുണ്ട്. അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമേ റഹ്മാനെ. വൃദ്ധരായ ഒരുപാട് സഹോദരങ്ങളുണ്ട് ഇവിടെ. യൗവനകാലത്ത് കുടുംബത്തിനെ പോറ്റിയവരാണവർ, നാടിനു വേണ്ടി പണിയെടുത്തവരാണവർ. ദുർബലമായ അവസ്ഥയിലുള്ളവരെ നീ സഹായിക്കണമേ റഹ്മാനെ. അവരുടെ ശരീരങ്ങൾക്ക് ശക്തി കുറഞ്ഞിട്ടുണ്ട്, അവരുടെ ചുവടുകൾക്ക് ഒരു പ്രയാസം, മന്ദഗതികൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ദുർബലതയിൽ നീ ശക്തി കൊടുക്കണമേ റഹ്മാനെ. അവരുടെ രോഗങ്ങളിൽ നീ ആശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലുള്ള ഒറ്റപ്പെടൽ നീ അവർക്ക് സംരക്ഷണം കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ അവരിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കണമേ റഹ്മാനെ. അല്ലാഹുവേ വൃദ്ധരായ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ അവരെ ആദരിക്കുന്നവരാക്കി, അവരെ സേവിക്കുന്നവരാക്കി മാറ്റണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، وأذل الشرك والمشركين، وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.